ഇ.പി. ജയരാജന്റെ ഭാര്യയും രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാര്യയും തമ്മിൽ ബിസിനസ് പങ്കാളിത്തമുണ്ടെങ്കിൽ അത് ബി.ജെ.പി. സി.പി.എം രഹസ്യധാരണയാണോ എന്ന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ബിസിനസ് ബന്ധം ആരോപണത്തിൽ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞതാണ്. മടിയന്മാരായ രാഷ്ട്രീയക്കാരുടെ ആരോപണങ്ങൾക്ക് പിന്നാലെ പോകാനാകില്ല എന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അതേസമയം വൈദേകം റിസോർട്ടിലെ കുടുംബത്തിന്റെ ഓഹരികൾ പിൻവലിക്കുമെന്ന് ഇ.പി. ജയരാജൻ വീണ്ടും ആവർത്തിച്ചു. E.P. ജയരാജൻ രാജീവ് ചന്ദ്രശേഖറിന്റെ വൈഫിന്റെ ആരോ ഒരു ബിസിനസ് ഡീലിംഗ് അത് കോൺഗ്രസും അല്ല ബി.ജെ.പിയും സി.പി.എമ്മിന്റെ എഗ്രിമെന്റ് ആണ്. ഇതെല്ലാം ഒരു ഫിക്ഷൻ. എന്തിന്? ഒരു കമ്മ്യൂണിറ്റിനെ പേടിപ്പിക്കാൻ. അത്രേ ഉള്ളൂ. എന്റെ ഭാര്യ അതിലൊരു ഷെയർ ഹോൾഡറാണ്. ആ ഷെയർ തന്നെ കൊടുക്കാൻ വേണ്ടി, കാരണം ഇങ്ങനെ കുറെ പരാതി വരുന്നതുകൊണ്ട് അത് തന്നെ ഏതെങ്കിലും ഷെയർ ഹോൾഡർ ഉണ്ടെങ്കിൽ അവർ കൈമാറാൻ തീരുമാനിച്ച് അതിനനുസരിച്ച് ഇപ്പോൾ ഒരാളെ കണ്ടെത്താൻ നടക്കുകയാണ്. ഒരാൾ വന്നു, പക്ഷെ അതെന്തോ കാര്യങ്ങൾ ഒഴിവായി പോകാൻ തന്നെയാണ് എൻ്റെ ഭാര്യ തീരുമാനിച്ചത്. അതിൽ നിന്ന് ഒഴിവായി ഷെയർ കൊടുത്ത് ഞങ്ങൾ കൊടുത്ത കാശ് കിട്ടിയാൽ അതും വാങ്ങി പോകാൻ തന്നെയാണ് ഭാര്യ തീരുമാനിച്ചത്. കാരണം വെറുതെ എന്തിനാ എന്നെ പോലെയുള്ള ഒരാൾ ഇങ്ങനെ ഒരു ആക്ഷേപത്തിന് ഇടയാക്കുന്നത്. സ്വാന്തന സാജു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സ്വാന്തന, ഈ ബിസിനസ് ബന്ധ ആരോപണത്തിൽ എന്താണ് ഇരു നേതാക്കളുടെയും നിലപാട്? അമൃത, വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കാരണമായ ഒരു റിസോർട്ട് തന്നെയാണ് ഈ കണ്ണൂരിലെ വൈദേകം റിസോർട്ട്. ഇ.പി. ജയരാജന്റെ കുടുംബത്തിന് ഓഹരി പങ്കാളിത്തമുള്ള ഒരു റിസോർട്ടാണ്. കഴിഞ്ഞ ദിവസമാണ് ഇതിന്റെ ഒരു നടത്തിപ്പ് ചുമതല രാജീവ് ചന്ദ്രശേഖറിന്റെ ഉടമസ്ഥതയിലുള്ള നിരാമയ റിട്രീറ്റ്സിന് നൽകിയത്. അതിന് പിന്നാലെ നമ്മൾ കണ്ടതാണ് വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾ തന്നെയാണ് ഉണ്ടായത്. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഇതിൽ രാഷ്ട്രീയ ബന്ധം ആരോപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ബി.ജെ.പി. അതുപോലെ തന്നെ സി.പി.എം ബന്ധമൊക്കെ ഇതിൽ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ എൻ.ഡി.എ സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ ഇതിൽ ഒരു പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് തന്റെ ഭാര്യയും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാര്യയും ഇ.പി. ജയരാജന്റെ ഭാര്യയും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ് ഡീൽ ഉണ്ടെങ്കിൽ തന്നെ അതെങ്ങനെയാണ് ബി.ജെ.പി. സി.പി.എം ബന്ധമാകുക, അല്ലെങ്കിൽ അതെങ്ങനെയാണ് അവർ തമ്മിലുള്ള ഒരു രഹസ്യധാരണയാകുക എന്നാണ് അദ്ദേഹം ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ബിസിനസ് ബന്ധത്തെക്കുറിച്ചുള്ള ആരോപണങ്ങൾ വന്നപ്പോൾ തന്നെ താൻ ഈ കാര്യങ്ങളിലൊക്കെ തന്നെയും നിലപാട് വ്യക്തമാക്കിയിരുന്നതാണ്. ഇപ്പോൾ കോൺഗ്രസ് ഇവിടെ നടത്തുന്നത് തെലങ്കാനയിൽ നടത്തിയ അതേ തരത്തിലുള്ള ഒരു പരീക്ഷണമാണ്. അത് കേരളത്തിൽ നടക്കില്ല. അങ്ങനെ അത്തരത്തിലൊരു തമ്മിൽ തെറ്റിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുന്ന ആ ഒരു രീതി കോൺഗ്രസ് പലയിടത്തും പരീക്ഷിച്ചിട്ടുള്ളതാണ്. അത് ഇവിടെ നടക്കില്ല, അതിൽ താൻ ഒരിക്കലും സമ്മതിക്കില്ല എന്നാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ബിസിനസ് ആരോപണത്തിൽ ഇത്തരത്തിലൊരു ആരോപണം പുറത്തു വന്നതിന് പിന്നാലെ അത് നിയമ നടപടിയുമായി മുന്നോട്ടേക്ക് പോകുമോ എന്ന മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് മടിയന്മാരായ രാഷ്ട്രീയക്കാരുടെ ആരോപണങ്ങൾക്ക് പിന്നാലെ പോകാൻ തനിക്ക് സമയമില്ല, തനിക്കിവിടെ മറ്റൊരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, അതുകൊണ്ട് നിയമ നടപടിയുമായി മുന്നോട്ടേക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ചിന്തിച്ചിട്ടില്ല എന്നുമാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അമൃത.